ഹരേ രാമ ഹരേ കൃഷ്ണ. രാജയോഗത്താൽ മുങ്ങിക്കുളിക്കും. 19 നാളുകൾക്കുള്ളിൽ കുബേര ജീവിതമാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ശനി വക്രത്തിൻ്റെ അപൂർവ മാറ്റ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. 12 രാശികളിൽ 11ാമത്തെ രാശിയായ കുംഭം രാശിയാണ് ശനിയുടെ മൂലത്രികോണ രാശി. കഴിഞ്ഞ ജൂൺ 30 ഞായറാഴ്ച രാവിലെ 5 AM ശനി മൂലത്രികോണ രാശിയിൽ പ്രവേശിച്ചു. രാശിക്ക് മാറ്റമില്ലാതെ വക്രഗതിയിൽ ശനി നവംബർ 15 വരെ തുടരുന്നതാണ്. പോരുരുട്ടാതി 2ാം പാദത്തിൽ നിന്നും പോരുരുട്ടാതി 1ാം പാദത്തിലേക്കും പിന്നീട് ചതയം 4ാം പാദത്തിലേക്കുമാണ് ശനി സഞ്ചരിക്കുന്നത്. ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വക്രഗതിയിലാകുമ്പോൾ മന്ദഗതി മാറി വേഗതയുണ്ടാക്കും. ഇപ്പോൾ ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് അനുകൂലമായ ഫലം വർദ്ധിക്കുവാനും ശനി ദോഷഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന് മാറ്റമുണ്ടാകുവാനും ഇടയാകും. അതിനാൽ തന്നെ ശനി എന്ന ഗ്രഹം വക്രഗതിയിലാകുമ്പോൾ ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നതായി കാണാം. ഈ വക്രഗതി മാറ്റത്താൽ 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. കർമ്മത്തിൻ്റെ കാരത്വം വഹിക്കുന്ന ശനി തൊഴിൽ സംബന്ധമായ എല്ലാവിധ തടസ്സങ്ങളും നീക്കിത്തരുന്നതാണ്. പുതിയ ജോലി ലഭിക്കുന്നതിനും തന്മൂലം സന്തോഷം അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാനും അവസരം നൽകും. കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, പ്രമോഷൻ എന്നിവയെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. ശമ്പള വർധനവും ഉണ്ടാകും. ഇതുവരെ കുടിശ്ശിക ലഭിക്കാതിരുന്ന ആളുകൾക്ക് അവ ലഭിക്കുവാനും സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരും. പുതിയ ജോലി ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുന്നതാണ്. മുതിർന്ന സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ അവയെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. അകൽച്ചകളെല്ലാം നിങ്ങളുടെ മാറിക്കിട്ടും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവയെല്ലാം വിപുലപ്പെടുത്തിയെടുക്കുവാനും വൻ ലാഭം പ്രതീക്ഷിക്കാവുന്നതുമായ സാഹചര്യമാണ് വന്നെത്തുന്നത്. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. പൊതുവെ ശനിയുടെ വക്രം വളരെയധികം ഗുണഫലങ്ങളാണ് മേടം രാശിക്കാർക്ക് സമ്മാനിക്കുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗവും രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കർമ്മസംബന്ധമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ്. പുതിയ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ശനി വക്രത്തിൽ ആയതിനാൽ കണ്ടകശനിയുടെ ദോഷം വളരെയധികം കുറയുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉതകുന്ന സമയം കൂടിയാണ് നിങ്ങൾക്ക്. പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ചെലവുകൾ വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. തർക്കങ്ങളെല്ലാം വന്നെത്തും. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പണി ത്വരിതപ്പെടുത്തുവാനും പുതിയ വീട്ടിൽ താമസം ആരംഭിക്കുവാനും കഴിയും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിൽ ആകുന്നതിനുമെല്ലാം സാധ്യതയുണ്ട്. നിങ്ങളുടെ അമ്മയിൽ നിന്നും ധാരാളം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ വിദേശ യാത്ര തരപ്പെടും. വിദേശത്ത് ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം ആഗ്രഹ പൂർത്തീകരണം സഫലമാകുന്നതാണ്. സ്വന്തം രാശിയിൽ ശനി അനുകൂല സ്ഥിതിയിലാണെങ്കിൽ അനുഭവം ശുഭകരമായി തീരും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇടവം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യമാണ് വന്നെത്തുന്നത്.
ശനി വക്രഗതിയിലായതിനാൽ നിങ്ങളുടെ കർമ്മസംബന്ധമായ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. നിങ്ങളുടെ മേലധികാരിയുമായി യോജിച്ചു പോകുവാനാകുന്നതാണ്. പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അവയെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന യാത്രാക്ലേശങ്ങൾ മാറും. യാത്രകൾ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതാണ്. കടബാധ്യതകളെല്ലാം കുറഞ്ഞു വരുന്നതായി കാണുവാൻ സാധിക്കും. ശത്രുശല്യവും കുറയും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവയെല്ലാം തരപ്പെടുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ഒരുങ്ങുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമുണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ആദായം തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനമായാലും നിശ്ചിത സമയത്തിനുള്ളിലും ഭംഗിയായി പൂർത്തീകരിക്കുവാനും കഴിയും. ഇപ്പോൾ സഹോദരങ്ങളുമായി അകന്നു കഴിയുന്നവർ അവരുമായി ആലോചിച്ചും യോജിച്ചും മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം തൃപ്തികരമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ശമനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടക രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ധന നേട്ടവുമാണ് വന്നെത്തിയിരിക്കുന്നത്. ശനി വക്രഗതിയിലായ സമയമായതിനാൽ വളരെയധികം ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കും. വിദേശത്ത് ജോലിക്കായി പോകാനിരിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. വരുമാന സ്രോതസ്സുകളെല്ലാം പല രീതിയിൽ വർദ്ധിക്കും. ധനാഗമനം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല രീതിയിലുള്ള ധന നേട്ടങ്ങൾ കൊയ്യുവാനും കഴിയുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലായാലും ആദായം വളരെയധികം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വ്യവസായങ്ങൾക്ക് നിന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നെത്തുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമകാര്യത്തിനായി ധാരാളം കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടി വരും. സന്താനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം തൃപ്തികരമായിരിക്കും. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഈ സമയത്ത് കണ്ടെത്തുവാൻ സാധിക്കും. രോഗശമനമുണ്ടാകുന്നതാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങ രാശിക്കാരാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെയധികം കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിലായാലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ശത്രുശല്യം കുറഞ്ഞു വരുന്നതായി കാണാം. കടങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം ഒരു പരിധിവരെ വീട്ടി തീർക്കുവാൻ സാധിക്കും. കേസ് വഴക്കുകളെല്ലാം ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയ്ക്കെല്ലാം ഒരു പരിഹാരം കാണുവാൻ സാധിക്കും. വീട് മാറി താമസിക്കുവാനും അവസരം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണപ്രദമായ സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനും ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അസ്വാരസ്യങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹത്തിലെത്തുവാനുള്ള തീരുമാനമുണ്ടാകുവാനും ഇടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി. ചിങ്ങ രാശിക്കാരായ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ രോഗം ശമിക്കുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. പൂർവിക സ്വത്ത് സംബന്ധമായ കേസുകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയ്ക്കെല്ലാം തങ്ങൾക്ക് അനുയോജ്യമായ ഒരു വിധി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകുന്നതാണ്. അകലാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കുന്ന ഒരു സമയം കൂടിയാണ്.
ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി പിണങ്ങി നിന്നിരുന്നവർ സ്നേഹിച്ചു വരുന്നതായി കാണാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി, പഠിത്തത്തോടൊപ്പം തന്നെ ജോലി ലഭിക്കുവാനും ഇടയുണ്ട്. ശത്രുശല്യം കുറയാം, മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങൾ വളരെയധികം വന്നെത്തും. നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കുവാനുള്ള നിമിഷങ്ങളും വന്നെത്തുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാർ. തുലാം രാശിക്കാരായ ആളുകളുടെ കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവയെല്ലാം നിങ്ങൾക്കിപ്പോൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും. വസ്തു സംബന്ധമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ വാഹനം ലഭിക്കുവാനും ഇടയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കുവാൻ കഴിയും. കർമ്മത്തോടൊപ്പം ചില ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ധന നേട്ടമാണ് കാത്തിരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വന്നെത്തും. വാക്കുകൊണ്ട് കസർത്ത് നടത്തുന്ന ആളുകൾക്കും നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥകൾക്ക് ശമനമുണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അസാരാസ്യങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകുന്നതാണ്. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും അതിൽ നിന്ന് നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുവാനും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ അസാരാസ്യങ്ങളും മാറും. കേസ് വഴക്കുകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തികമായ കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് തുലാം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചിക രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. വൃശ്ചിക രാശിക്കാരായ ആളുകൾക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന പല സംരംഭങ്ങളുടെയും തടസ്സങ്ങൾ മാറി അവയെല്ലാം ശുഭകരമായി പൂർത്തീകരിക്കുവാൻ ആകുന്നതാണ്. നിങ്ങൾ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പള വർധനവ്, ശമ്പള കുടിശ്ശികയെല്ലാം ലഭിക്കുവാൻ ഇടയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും അവ ലഭിക്കുവാനുള്ള സാധ്യത വന്നെത്തും. അധിക ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കേസ് വഴക്കുകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം ഒരു പരിധിവരെ വീട്ടി തീർക്കുവാൻ ഈ സമയത്ത് കഴിയും. വിദേശത്ത് തൊഴിലിനായി പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും തടസ്സങ്ങളെല്ലാം മാറി കാര്യസാധ്യമുണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ വാഹനം വാങ്ങുവാനും ആകും. വീട് സ്വന്തമാക്കുവാൻ സാധിക്കും. ദൈവാധീനമുള്ള ഒരു സമയം കൂടിയാകയാൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശുഭകരമായി പര്യവസാനിക്കുന്നതാണ്. രോഗശമനവും പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം പുരോഗതിയാണ് വന്നെത്തുന്നത്. അമ്മയുടെ രോഗാവസ്ഥകൾക്കും മാറ്റമുണ്ടാകും. വിവാഹ കാര്യങ്ങളും പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും വിവാഹം നടക്കുവാനും ഇടയുണ്ട്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനു രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അവ ലഭിക്കുവാനും ഇപ്പോൾ വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം അവയെല്ലാം പുനരാരംഭിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, ഉന്നത പദവി എന്നിങ്ങനെ വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നെത്തുക. വീട് പണി നിങ്ങളുടെ ത്വരിതപ്പെടുത്തുവാൻ സാധിക്കും. ദൂരദേശ യാത്രകൾ കൊണ്ട് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായി അകൽച്ച ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുവാനും പേരും പ്രശസ്തിയും ഉണ്ടാകുകയും ചെയ്യും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും. അധിക ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ സന്താനങ്ങളുമായി നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. പ്രണയം ഊഷ്മളമായി തീരുകയും ചെയ്യുന്നതാണ്.
അച്ഛനുമായുള്ള നിങ്ങളുടെ നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നതാണ്. അച്ഛൻ്റെ രോഗാവസ്ഥയിൽ ശമനം ഉണ്ടാകുകയും അയൽക്കാരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് 2025 മാർച്ച് വരെ 7.5 ശനിയുടെ കാലമാണ്. 7.5 ശനിയുടെ അവസാന കാലഘട്ടങ്ങൾ ശനി വക്രഗതിയിലായ സമയമായതിനാൽ നിങ്ങളുടെ ദുരിതങ്ങൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ശമ്പള വർധനവും പ്രമോഷൻ, ഉദ്ദേശിച്ച സ്ഥലമാറ്റം എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഇഷ്ട ജോലി ലഭിക്കുവാനും ഇടയുണ്ട്. വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമുണ്ടാകും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനാകുന്നതാണ്. അപ്രതീക്ഷിതമായ പൂർവിക സ്വത്ത് ലഭിക്കുവാനും ഇടയുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും മനസ്സന്തോഷം ലഭിക്കുന്നതാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക. പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണമുണ്ടാകും. പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹം ഉള്ളവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ സന്താനങ്ങളുടെ നേട്ടത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. അവരുടെ വിവാഹ കാര്യങ്ങളെല്ലാം തീരുമാനമാകുവാനും സന്താന ലബ്ധി സംബന്ധിച്ചും സന്തോഷ അവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ തൃപ്തികരമാണ്. രോഗശമനം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യനിലയിൽ വളരെയധികം പുരോഗതിയും കൈവരിക്കും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാർക്ക് കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ശമ്പള വർധനവ്, സ്ഥാനമാറ്റം, സ്ഥലമാറ്റം എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാവിഷ്കരിക്കുവാൻ സാധിക്കുന്നതാണ്. അവയിൽ നിന്നെല്ലാം നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്ന ആളുകൾക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുകയും ചെയ്യും. ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ധൈര്യം വളരെയധികം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി ഒന്നിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. കടങ്ങളെല്ലാം ഒരു പരിധിവരെ വീട്ടി തീർക്കുവാനും സാധിക്കും. കേസുകളോ വഴക്കുകളോ നിലനിന്നിരുന്ന ആളുകൾക്ക് അവയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഒത്തുതീർപ്പിനായി ശ്രമിക്കാവുന്നതാണ്. യാത്രകൾ ധാരാളമായി വേണ്ടിവരും. യാത്രാ ചെലവുകൾ അല്പം വർദ്ധിക്കുമെങ്കിലും വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ യാത്രകൾ മൂലം വന്നു ചേരും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കുംഭരാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനം രാശിക്കാരാണ്. മീനരാശിക്കാർക്ക് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഒരു ഫലം കാണുവാൻ സാധിക്കും. ഇതുവരെ നഷ്ടത്തിലായിരുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും പല നേട്ടങ്ങൾ കൊയ്യുവാനും കഴിയും. ബിസിനസ് രംഗത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് വളരെയധികം അധ്വാനം വേണ്ടിവരും. അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. കർമ്മരംഗത്ത് മീനരാശിയിൽപ്പെട്ടവരെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. നിങ്ങളെ എല്ലാവരും അംഗീകരിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അവ ലഭിക്കുവാനും ഇടയുണ്ട്. മൂത്ത സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. ശാരീരിക അസ്വസ്ഥതകൾ ഉള്ള ആളുകളാണെങ്കിൽ അവയ്ക്കെല്ലാം ഒരു ശമനം വന്നെത്തുന്നതാണ്. രോഗങ്ങളെയെല്ലാം അതിജീവിക്കുവാനും
കടം ഒരു പരിധിവരെ വീട്ടുവാനും നിങ്ങൾക്ക് സാധിക്കും. ശത്രുശല്യം കുറയാം. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അല്പം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. അച്ഛനിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.